തോൽവിക്ക് കാരണം മുഖ്യമന്ത്രി എന്ന് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ഇനിയും പിണറായി നയിച്ചാൽ ബംഗാളിന്റെ അവസ്ഥയാകുമെന്ന് മുന്നറിയിപ്പ്. CPM അണികൾ വ്യാപകമായി ക്രോസ് വോട്ട് ചെയ്തുവെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നേതാക്കൾ. സാധാരണക്കാരുടെ പൾസ് മനസ്സിലാക്കാൻ LDF നേതൃത്വത്തിന് കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ. കേരള നേതാക്കളുമായി ഹൈക്കമാൻഡിന്റെ ചർച്ച അല്പസമയത്തിനകം. കൂട്ടായും ഒറ്റയ്ക്കും ചർച്ചകൾ. സംസ്ഥാനത്ത് പ്രകടനവും ഫ്ലക്സ് പോലും തുടരുന്നു. മുഖ്യമന്ത്രി തർക്കത്തിൽ ചേരിതിരിഞ്ഞ നേതാക്കൾ. VD സതീശന് പരോക്ഷ പിന്തുണയുമായി K മുരളീധരൻ. സീനിയോറിറ്റി ബാധകമാക്കേണ്ടെന്ന് മുരളി. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും അർഹതയുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ലീഗിനെ വിമർശിച്ച മാത്യു കുഴൽനാടനെതിരെയും ഉണ്ണിത്താൻ. ഇവിടെ ഒരു നേതാവ് ചോദിച്ചു, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് ഇടപെടാൻ എന്താ അവകാശം? അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? തമിഴകത്ത് അടിമുടി അനിശ്ചിതത്വം. സമ്മർദ്ദ നീക്കങ്ങൾ ശക്തമാക്കി VCK. ഉപമുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം. കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി TVK. വിജയ്ക്ക് പിന്തുണയില്ലെന്ന് ഉറപ്പിച്ചു മുസ്ലിം ലീഗും AMMK. ആദ്യം പിന്തുണ ഉറപ്പിക്കുമെന്ന് വിജയോട് വീണ്ടും ഗവർണർ. ബംഗാളിൽ BJPക്ക് ചരിത്ര ദിനം. മുഖ്യമന്ത്രിയായി സുവേന്ദു অধিকারী. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে যে কোনো বিষয় যাহা আমার বিবেচনার জন্য আনিত হইবে বা আমি জ্ঞাত হইব. മോദിയും അമിത്ഷായും അടക്കം ഉന്നത നേതാക്കൾ ചടങ്ങിലെത്തി. നെടുങ്കണ്ടത്ത് മൂന്നാം കൊലപാതകം നടന്നതായി തെളിവില്ല. പ്രതി സജിയുടെ അച്ഛൻ മാത്യുവിന്റെ തിരോധാനത്തിൽ വഴിമുട്ടി പോലീസ്. പുരയിടം കുഴിച്ചുള്ള പരിശോധന തുടരുന്നു. കൊച്ചിയിൽ വ്യാജരേഖകൾ ചമച്ച് അവയവദാന തട്ടിപ്പ് നടത്തിയത് മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ മറവിൽ. മുഖ്യപ്രതി നജീബിന്റെ സാമ്പത്തിക ഇടപാടുകൾ തേടി പോലീസ്. അന്വേഷണം ഇതര ജില്ലകളിലേക്ക്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള US നിർദ്ദേശങ്ങൾക്ക് ഉടൻ മറുപടിയില്ലെന്ന് ഇറാൻ. ഉചിതമായ സമയത്ത് തീരുമാനം അറിയിക്കും. ഹോർമുസിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കുമെന്ന് ട്രംപ്. കാർക്ക് ദ്വീപിൽ US ആക്രമണത്തിൽ എണ്ണ ചോർച്ച.